ഹായ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഉഷ ജനോമി എന്ന ഈ മെഷീൻ്റെ ഈ ടോപ്പ് ഭാഗം അയച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ പലർക്കും ഇതൊന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ ഇടയ്ക്കൊന്നത് അയച്ച് ക്ലീൻ ചെയ്താലേ നമ്മളെ സ്റ്റിച്ചിങ് ഒക്കെ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അതാ ഫസ്റ്റിൽ തന്നെ ഈ സ്ക്രൂ അയക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് പിന്നെ ഒരു കത്രിക സ്ക്രൂ ഡ്രൈവർ അത് വെച്ചിട്ട് ഇങ്ങനെ തള്ളിയെടുത്താൽ മതി. എന്നിട്ട് സ്റ്റാർ പിന്നെ സ്ക്രൂ ഡ്രൈവർ തന്നെ എടുക്കാൻ നോക്കണം. ഇത് എൻ്റെ കയ്യിൽ സ്റ്റാർ ഇല്ല, അപ്പം ഞാൻ ഇത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇത് സാധാ മെഷീൻ്റെ സ്ക്രൂ ഡ്രൈവറാണ്. ഇതിനൊരു സ്ക്രൂ ഡ്രൈവർ കിട്ടിയിട്ടില്ലായിരുന്നു. ഈ മെഷീൻ്റെ കൂടെ ഒരു പിന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ അയക്കുന്ന മാതിരത്തെ സ്ക്രൂ ഉള്ളൂ. അത് ഇതുപോലത്തെ സ്ക്രൂ അല്ല, ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതാ സ്ക്രൂ ഡ്രൈവർ നമ്മൾ സ്റ്റാർ വെച്ചിട്ട് അയക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതങ്ങ് അയച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും കളയാതെ മാറ്റി വെക്കണം. എന്നിട്ട് ചെറിയൊരു പിടുത്തമുള്ള മാതിരി തോന്നും, പക്ഷെ അത് പിടിച്ചിട്ടൊന്നുമില്ല. അതതിൻ്റെ പിന്നെ സൈഡിൽ ഇങ്ങനെ ലോക്ക് ഉള്ളതാണ്. ആ ലോക്ക് വിട്ട് പോന്നാൽ അങ്ങോട്ട് കിട്ടും. ഇപ്പം കണ്ടില്ല, ഇവിടെയൊക്കെ ഫുള്ള് പൊടിയും മറാല പോലെ നമ്മൾ തുണീൻ്റെ തയ്ക്കുമ്പോൾ അതിൻ്റെ നൂലിൻ്റെ പൊടിയൊക്കെയാണ് കൂടുതലുണ്ടാകുക. പിന്നെ ഈ സൈഡിൽ നൂല് വലിയുന്നിടത്തൊക്കെ നല്ല ചളി പോലെ ഉണ്ടാവും. എത്ര മൂടി വെച്ചാലും ഉണ്ടാവും കുറച്ചൊക്കെ. എന്തായാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറേ പൊടിയൊക്കെ പാറും. അങ്ങനെ തുണിയൊക്കെ വെച്ച് തുടച്ചെടുത്താലും നമ്മൾ ബ്രഷ് വെച്ചിട്ട് നല്ലോണം തട്ടേണ്ടി വരും. ഇതുണ്ട് ഈ സൈഡിൽ നൂല് ഇങ്ങനെ പോകുന്ന ഭാഗത്തൊക്കെ നല്ല ചളി പോലെ ഈ പൊടി വന്നിട്ട് നമ്മൾ ഓയിലിടുന്ന ആ ഇതൊക്കെ കൂടെ അതിന്മേൽ ഒട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് എന്തായാലും ഇതുപോലെ ഒന്ന് ഊരിയിട്ട് ഓയിലിട്ട് കൊടുക്കണമൊക്കെ നല്ലതാണ്. അപ്പോൾ പൊടിയും ഈ നൂലിൻ്റെ അംശങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ തുടച്ചെടുത്താൽ പോരും. ഇതിപ്പോൾ നല്ലോണം ഉണ്ട്. അത് കാണാത്തത് ക്യാമറൻ്റെ ക്ലാരിറ്റി കുറവായിരിക്കും. പിന്നെ നല്ല പൊടിയുണ്ട്, നൂലിൻ്റെ പൊടിയൊക്കെ. ഞാനൊരു ചെറിയ പീസ് തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചതാണ്. പിന്നെ നല്ല കോട്ടൻ്റെ തുണിയൊക്കെ വെച്ച് തുടക്കുകയാണെങ്കിൽ കുറേ വൃത്തിയായി കിട്ടും. എന്നാലും നമ്മൾ ബ്രഷ് വെച്ചിട്ട് നമ്മളെ കൈ എത്താത്ത സ്ഥലങ്ങളൊക്കെ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. നല്ലത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ നൂലിൻ്റെ തൊപ്പ പോലെ. അതിങ്ങനെ നമ്മൾ തയ്ക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് പാറുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ ആകുമ്പോൾ നമ്മളെ നൂല് നീങ്ങാണ്ടൊക്കെ ആവും, സ്റ്റിച്ച് ക്ലിയർ ആവാതെക്കും. അടിനൂല് തീരെ റെഡി ആകുന്നില്ലെങ്കിൽ ഇത് ഇടയ്ക്കൊന്ന് ഊരി ക്ലിയർ ആക്കുന്നത് നല്ലതാണ്. ഇതിൽ ഈ നൂലെല്ലാം വന്ന് അടയുന്നത് കൊണ്ടാണ്. അതുപോലെ മാറാല അങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ടാവും ചില ഭാഗത്ത്. കണ്ടില്ലേ ലൈറ്റ് ഇത് അവിടെ ഇങ്ങനെയാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ഇനി ഈ എല്ലാ എഡ്ജിലും നമ്മൾ ബ്രഷ് ഇട്ടിട്ട് നല്ലോണം തട്ടിയെടുക്കുക. എന്നിട്ട് വേണം ഓയിലിടാൻ. അപ്പോൾ ഇതുണ്ടോ, ഇതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എന്തായാലും ഉണ്ട്, നല്ലോണം ഉണ്ട്. നൂലിൻ്റെ കെട്ട് കുടുങ്ങുമ്പോഴൊക്കെ അതിൻ്റെയൊക്കെ തൊപ്പം പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വരും. നമ്മൾ വെൽവെറ്റിൻ്റെ ഡ്രസ്സൊക്കെ തയ്ക്കുകയാണെങ്കിൽ എന്തായാലും നല്ല പൊടി ഉണ്ടാവും, അതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് പാറും. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നെ നൂല് കോർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ താത്തിയിട്ടും പൊക്കിയിട്ടൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം. അതുപോലെ മെഷീനുള്ളവരെല്ലാവരും ഇതുപോലെ ഒരു ബ്രഷ്, നമ്മളിത് പെയിൻ്റ് അടിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്, പക്ഷേ ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു ബ്രഷ് എപ്പോഴും മെഷീൻ നന്നാക്കാൻ ഒന്ന് വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. ഈ അറ്റത്ത് നല്ല ഇത് വേണം കേട്ടോ, ലേശം കട്ടി കുറഞ്ഞത് വാങ്ങിയിട്ട് കാര്യമില്ല. ലേശം ഉള്ളതും ഇതുപോലെ എല്ലാത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ പാകമുള്ള അങ്ങനെ തട്ടിയെടുക്കാനൊക്കെ പറ്റിയ ഒരു ബ്രഷ് നോക്കി വാങ്ങണം. എന്നാലും എപ്പോഴും നമുക്ക് മെഷീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ, നമ്മളെ വിരലൊന്നും ഈ എഞ്ചിൻ്റെ ഇടയിലേക്ക് കയറില്ലല്ലോ. അങ്ങനെ ബാക്കിയുള്ള ഭാഗം ഞാൻ തുണി വെച്ചിട്ട് ഒന്നുകൂടി തുടച്ചെടുക്കുകയാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ ആ ഓയിൽ വന്നിട്ട് ഇതാവുമ്പോൾ ഈ നൂലും ഇങ്ങനെ ഇതാവുമ്പോൾ പൊടി അവിടെ ഒട്ടി നിൽക്കുക ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നല്ലോണം തുടച്ചെടുത്തിട്ട് പിന്നെ ഓയിലിടാം.
അതുപോലെ ഓയിലിടുമ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ വീലൊന്ന് പൊക്കിയും താത്തിയിട്ടൊക്കെ ഇടയ്ക്ക് കൊടുത്താൽ ഇതിൽ എവിടെയൊക്കെ ജോയിൻ്റ് ഉള്ളത് ആ ഭാഗത്തൊക്കെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കുക ഓയിൽ. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ കുറേ ഭാഗത്തൊക്കെ ഈ തുരുമ്പ് വരുന്ന മാതിരി ഉണ്ട്. അത് നമ്മൾ പിന്നെ കുറേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, ഞാൻ കുറേ മെഷീൻ ഉപയോഗിക്കാണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഓയിലൊന്നും ഇടായിട്ട് തുരുമ്പ് വന്ന പോലെ, തുരുമ്പ് വന്നിട്ടില്ല, അതിൻ്റെ തുടക്കം പോലെ ഉണ്ട്. അതാണ് ഞാനിപ്പോൾ ഒന്ന് ഊരിയെടുത്തത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഓയിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോഴുള്ള പവർ മെഷീനുകളില്ലേ, ജാക്ക്, അങ്ങനെ പല മെഷീനുകളുണ്ടല്ലോ, അതിലൊന്നും നമ്മൾ പിന്നെ ഓൾറെഡി ഓയിൽ നമ്മൾ ഇട്ട് കൊടുക്കണ്ട. അതിൻ്റെ അടിയിൽ ഓൾറെഡി സ്റ്റോറേജ് ഉണ്ട്. അതൊരു 6 മാസം കൂടുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒഴിച്ചൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒക്കെ മെഷീനാണെങ്കിൽ പിന്നെ നമ്മൾ അതിൽ തീർന്നുണ്ടോ നോക്കിയിട്ട് മൊത്തം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതങ്ങനെയല്ല, നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഊരിയിട്ട് ഓയിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക, ഒന്ന് തുടക്കുകയൊക്കെ വേണം. അപ്പോൾ അതാ ഞാൻ ഓയിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഈ ഇതിലേക്ക് ബൾബിലേക്ക് വരുന്ന വയർ. ഇതാണ്ട് ഇവിടെയാണ് ബൾബ് വരുന്നത്. ഞാൻ ഇതിന്മേൽ ഈ വയർമേലൊക്കെ നല്ല പൊടിയുണ്ട്. ഇപ്പോൾ കാണുന്നില്ല, പക്ഷെ ക്യാമറയിൽ കാണുന്നില്ല, നല്ല പൊടിയുണ്ട്. അതൊക്കെ നല്ല സൂക്ഷിച്ച് തുടക്കണം. അതുപോലെ നമ്മൾ തുടക്കണ ഈ തുണിയിൽ ഉള്ള നൂലൊന്നും അതിൻ്റെ അകത്ത് കുടുങ്ങാതെ നല്ല രീതിയിൽ തുടച്ചെടുക്കുക. അപ്പോൾ അതാ ഞാൻ എത്ര തട്ടിയിട്ടും ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നൂല് കാണുന്നുണ്ട്, അതിങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ ബ്രഷിൽ അത് ഇങ്ങനെ വലിച്ചിട്ട് കുറച്ച് റിസ്ക് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കേട്ടോ. നൂലിൻ്റെ ഒരു പിന്നെ ഒരു പൊടി തന്നെയാണ്, ഇങ്ങനെ കട്ട പിടിച്ചിട്ട് നിൽക്കും പോലെ. എന്തായാലും കുറച്ച് സമയം എടുത്തിട്ട് ഞാനത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ മോൾ ഭാഗം, താഴത്തെ നമ്മൾ ബോബിനും കേസൊക്കെ ഇടുന്ന ആ താഴ്ഭാഗവും മാത്രമേ നമ്മൾ പിന്നെ ക്ലീൻ ചെയ്യേണ്ടതും ഒക്കെ ഉള്ളൂ. ബാക്കി ഭാഗങ്ങളൊന്നും നമ്മൾ ഊരിയിട്ട് നന്നാക്കലില്ല. അതൊക്കെ നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നന്നാക്കുന്നിടത്ത് തന്നെ കൊടുക്കണം. അപ്പോൾ ഇത്രയും സ്ഥലം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഊരിയിട്ട് ക്ലീൻ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് തന്നെ നല്ല പൊടിയാണ്, കാണുന്നുണ്ടോയെന്നറിയില്ല. ഇതാണ് ചെരിച്ച് കാണിക്കുക. ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, ഈ സൈഡിലൊക്കെ നല്ല പൊടി, നല്ല പൊടിയുണ്ട്. നനഞ്ഞത് വെച്ചിട്ടൊന്നും തുടക്കരുത്, എന്താ പറയുക, ഇതിൻ്റെ മെഷീനൊക്കെ തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉണങ്ങിയ തുണി വെച്ചിട്ട് തന്നെ തുടക്കുക. ഇതാണ് ഇതിൻ്റെ നമ്മൾ നൂല് കട്ട് ചെയ്യുന്ന ബ്ലേഡ്. പക്ഷേ അതിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് തുടച്ച് നോക്കിയതാണ്. നല്ല തുരുമ്പ് വരുന്ന മാതിരി ഉണ്ട്, നൂലെല്ലാം കുടുങ്ങിയിട്ട്. പക്ഷെ അതിന് മൂർച്ച ആദ്യമേ പോയിട്ടുണ്ട്. കുറച്ച് ദിവസം അതിന് മൂർച്ച നിന്നിട്ടുള്ളൂ, അപ്പോഴേക്കും ആ മൂർച്ച പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആ തുരുമ്പൊക്കെ ഒന്ന് ഈ സ്ക്രൂ ഡ്രൈവർ ഇട്ട് വെച്ചിട്ടൊന്ന് ഒരുത്തി വെക്കിയതാണ്. പക്ഷെ അത് തുരുമ്പൊന്നും പോകുന്നില്ല, ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ്, മൂർച്ച ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ആ നൂലൊക്കെ ഞാൻ അതിനോടൊന്ന് തോണ്ടിയെടുത്തിട്ട് വെറുതെ ബ്രഷൊക്കെ ഇട്ടിട്ടൊന്ന് ക്ലീൻ ചെയ്തു എന്നേ ഉള്ളൂ, അതിനെക്കൊണ്ട് ഉപയോഗമൊന്നുമില്ല. അങ്ങനെ മൊത്തമൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഊരിയതുപോലെ അതിലിങ്ങനെ ഒന്നിങ്ങനെ പതുക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കൈ കൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ക്രൂ ഇട്ട് കൊടുക്കുക. കറക്റ്റ് ആ ഹോൾസിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ സ്ക്രൂ ഇത്ര വലുപ്പമല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചരിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ചരിച്ചൊന്നും പിടിക്കണ്ട.
ഇതുപോലെ ചെയ്തിട്ട് കറക്റ്റ് ഹോളിലിട്ടിട്ട് സ്ക്രൂ ഡ്രൈവർ കൊണ്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. അതുപോലെ സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബലിപെരുന്നാളൊക്കെ ആവാറായി. 17-ാം തീയതിയാണ് പെരുന്നാൾ. അപ്പം നമുക്ക് പുതിയ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് ഉടനെ വരാം. നമ്മൾ നല്ല നല്ല മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പം ഞാൻ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയൊരു മേശ ഞാൻ വാങ്ങിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം മേശൻ്റെയും റൂമിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഉടനെ വരാം. കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. അതും കൊണ്ട് കഴിഞ്ഞിട്ട് കാണിക്കാം.